നമസ്തേ. നമസ്തേ. അങ്ങയോട് എനിക്കിന്ന് ചോദിക്കാനുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലിട്ടുകൊണ്ടാണ് ഞാൻ വന്നത്. അതായത് ഇപ്പം സമൂഹത്തിൽ ഒരു രീതിയിലും മനുഷ്യർക്ക് അറിവില്ലാത്തൊരു സംഗതിയാണ് സർപ്പം എന്താണ്, സർപ്പക്കാവ് എന്താണ്, സർപ്പപ്രതിഷ്ഠ എന്താണ്, മനുഷ്യനെ സർപ്പം ഏത് രീതിയിൽ ദ്രോഹിക്കുന്നു. ജ്യോതിഷന്മാർ വരെ ഇതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് സർപ്പക്കാവുകളെയും സ്ഥാനം തെറ്റി സർപ്പ പീഠത്തിലാണ് വന്നത്, അങ്ങനെയൊക്കെ വിവിധങ്ങളായിട്ടുള്ള മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ച് സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യുന്ന അവസ്ഥയെല്ലാം നമുക്കറിയാം. പക്ഷേ ഈ സർപ്പം എന്താണ്, നാഗത്താന്മാരെന്താണ്, കരിനാഗം എന്താണ്, കുഴിനാഗം എന്താണ്, മണിനാഗം എന്താണ്, ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് ഈ പദങ്ങളുടെ ആ പരിചയം മാത്രമല്ലാതെ അതിൻ്റെ മുൻപിലേക്കോ പുറകോട്ടോ ഉള്ള ഒരു സംഗതിയും ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പം അങ്ങ് ദയവ് ചെയ്ത് പ്രണവവേദയുടെ ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിൽ എനിക്ക് ഈ സർപ്പങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് എനിക്ക് സർപ്പപ്പാട്ടുണ്ട്, പുള്ളുവൻ പാട്ടുണ്ട്, സർപ്പങ്ങൾ കുടിയിരിക്കുന്ന പതികളുണ്ട്, അവിടെ അവരെ പൂജിക്കുന്ന കളമെഴുത്ത് പാട്ട്, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള തട്ടിപ്പാണോ തട്ടിപ്പല്ലയോ എന്ന് പോലും സത്യമാണോ മിഥ്യയാണോ എന്ന് അറിയാൻ പാടില്ലാത്ത ജനങ്ങളും ഞാനടക്കം ഇന്ന് വരെ അതിനൊരു മറ്റൊരാളോടൊന്ന് പറഞ്ഞ് അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് പറയാനായിട്ട് സാധിക്കാത്തൊരവസ്ഥയാണ് നമ്മളുള്ളത്. എവിടെ ചെന്നാലും സർപ്പദോഷം എന്ന് പറയും. സർപ്പദോഷമുണ്ട്, അത് മാറണമെങ്കിൽ ഇന്നത് ചെയ്യണം എന്നൊക്കെ പറയുന്നതല്ലാതെ ഇത് കേട്ടിട്ട് നമ്മൾ അവർ പറയുന്നതെല്ലാം ചെയ്തൊരു ഫീസും കൊടുത്തിട്ട് പോയിരുന്നു. എന്നാൽ ഇതിൻ്റെ ആധികാരികമായിട്ടുള്ള സംഗതി അടിസ്ഥാനപരമായിട്ട് അല്ലെങ്കിൽ ലോകാരംഭം മുതൽ തീർച്ചയായിട്ടും അനന്തപത്മനാഭൻ എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ അനന്തൻ ആരാണെന്നും അനന്തൻ എവിടുന്ന് ഉണ്ടായി വന്നെന്നും ഭഗവാൻ അതിൻ്റെ പുറത്ത് വിശ്രമിക്കുന്നതിൻ്റെ കാര്യം എന്താണ്, ഈ ഭൂമിയായിട്ടുള്ള ഒരു ബന്ധം നാഗങ്ങൾക്ക് അല്ലെങ്കിൽ സർപ്പങ്ങൾക്ക് എവിടെയാണ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ജീവിതത്തിൽ ആർക്കെങ്കിലും ഇതൊന്ന് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ളൊരു യോഗ്യത എനിക്ക് നേടണമെന്ന് ഈ സംശയം ചോദിച്ചപ്പോൾ ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട്. സർപ്പങ്ങളെക്കുറിച്ച് പറയാൻ അറിയത്തില്ല, അത് പരാജയപ്പെട്ടിട്ടുണ്ട്. അങ്ങ് അത് ഒന്ന് ദൂരീകരിച്ച് തരണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ജീവിതത്തിൽ ആകെപ്പാടെ കേട്ടിട്ടുള്ളത് പാൽക്കടൽ കടയാനായിട്ട് വാസുകിയെ ഇങ്ങനെ കടകോലായിട്ട് കടയാനായിട്ട് സർപ്പത്തെ വള്ളിയാക്കി എന്നൊക്കെ പറയുന്നു. അപ്പോൾ മഹാവിഷ്ണു ഭഗവാൻ അനന്തൻ എന്ന് പറയുന്ന സർപ്പത്തിൻ്റെ മുകളിലാണ് ശയിക്കുന്നതെന്ന് പറയുന്നത് ശ്രീകൃഷ്ണ കേട്ടിട്ടുള്ളതല്ലാതെ അതിൻ്റെ ഈ ദേഹത്തിൻ്റെ ആ സേവനം മനുഷ്യനുമായിട്ട് എങ്ങനെയാണെന്ന് വാസ്തവത്തിൽ ഒരു രൂപവും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് പ്രണവവേദയുടെ കെയർ ഓഫിൽ നിന്ന് തന്നെ ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിൽ എനിക്കത് കേട്ടാൽ കൊള്ളാവുന്നുണ്ട്. വളരെ വിശദമായിട്ട് ഉള്ള സമയം കൊണ്ട് പറഞ്ഞു തരണമെന്ന് അപേക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. എല്ലാ ഭക്തർക്കും നമസ്കാരം. അങ്ങ് പറഞ്ഞതിൽ തന്നെ അതിൻ്റെ ഒരുപാട് ഉത്തരങ്ങളുമുണ്ട് കേട്ടോ. അങ്ങ് പറഞ്ഞതിൽ തന്നെ അതിൻ്റെ ഒരുപാട് ഉത്തരങ്ങളുമുണ്ട്. നാഗത്തെ വളർത്തുന്നവരെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എവിടെ? നാഗത്തെ വളർത്തുന്ന പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു ചിതൽപ്പുറ്റുണ്ട്. ആ ചിതൽപ്പുറ്റിൻ്റെ സൈഡിൽ നിന്ന് പാമ്പ് വന്നിട്ടുണ്ട് എന്ന് ഇത് നേരാണോ എന്നറിയാൻ അവരുടെ ഭാര്യയോട് ഞാൻ ചോദിച്ചു. അപ്പോൾ അത് വന്നിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് പാമ്പിനെ കൊണ്ട്, സ്ഥിരം വരുമെന്ന് പറഞ്ഞു. അതല്ലാതെ ഞാനിപ്പോൾ ചോദിക്കുകയാണ്, ആരെങ്കിലും പാമ്പിനെ പാല് കൊടുത്ത് വളർത്തുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ വളർത്താൻ പറ്റുമോ? ഇല്ല, അങ്ങനെ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമാണ്. വരുമെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ വിശ്വസിച്ചില്ല. കാരണം പാമ്പിന് പാല് കൊടുത്ത പോലെ ആയി എന്നൊരു പഴമൊഴി തന്നെ ഇതിലുണ്ട്. പക്ഷെ പാമ്പിന് പാല് കൊടുത്ത് വളർത്തുന്നവരുണ്ട്. ഉണ്ടല്ലേ? കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ അങ്ങനെ ഒരു സർപ്പത്തിൻ്റെ മുൻപിലാണ് ഇരിക്കുന്നത്. ആണോ? നമ്മൾ ഇരിക്കുന്നത് ഈ മറ്റത്തിമഠത്തിലെ കാവിൻ്റെ മുമ്പിലാണ്, സർപ്പക്കാവിൻ്റെ മുമ്പിലാണ്. അവിടെ സർപ്പമാണ്, അവിടെ നൂറുംപാലും കൊടുത്തുകൊണ്ടാണ് അതിനവിടെ എത്തിയിരിക്കുന്നത്. അപ്പം നമ്മുടെ വീടുകളിൽ നാഗത്തെ, ഏറ്റവും വിഷാംശമുള്ള നാഗത്തെ വളർത്തുന്ന വീടുകളാണ് സർപ്പദേശങ്ങളുള്ള വീടുകൾ. ശ്രദ്ധിച്ചിട്ടില്ലേ?
ആരെങ്കിലും വിശ്വസിക്കുമോ? പാമ്പിനെ വളർത്തുന്നു, നമ്മൾ പട്ടിയെ വളർത്തും, പൂച്ചയെ വളർത്തും, പശുവിനെ വളർത്തും, ആനയെ വരെ വളർത്തും എന്ന് പറയുമ്പോഴും നാഗത്തെയും വളർത്തുന്നുണ്ട് എന്ന് പറയുന്ന അഭിമാനത്തോടുകൂടി ആ നാഗക്കാവുകൾക്ക് ഇടം തീർത്തുകൊണ്ട് അവിടെ വിളക്ക് വെച്ച് പൂജിക്കുന്ന നമ്മളുടെ ആരാധനാ സമ്പ്രദായം സർവ്വജീവജാലങ്ങളെയും 30 കോടി ചരാചരങ്ങളെയും സംരക്ഷിക്കുന്ന, അതിനെ ദൈവമായി കാണുന്ന, അവർക്ക് ആലയങ്ങൾ തീർക്കുന്ന, മനുഷ്യൻ മറ്റെല്ലാ ജീവജാലങ്ങൾക്കും ഒപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട്, അത് അറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് ജീവിക്കുന്ന ഒരു തലമുറയാണ് നമ്മൾ ഇങ്ങോട്ട് പിന്തുടർന്നു വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സർപ്പദേശങ്ങൾ ഇന്ന് നിൽക്കുന്നത്. എന്താണ് സർപ്പദേശം എന്ന് മനസ്സിലായിട്ടുണ്ടോ? സർപ്പദേശമെന്ന് മനസ്സിലായിട്ടില്ല. ഇല്ല. ത്രിലോകത്തിലും, ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും, അതായത് വ്യോമകര നാവിക എന്ന് പറയുന്ന ത്രിലോകത്തിലും ജീവലോകം തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഇടത്തെയാണ് സർപ്പദേശം എന്ന് പറയുന്നത്. അതായത് ആകാശത്തിലും ജീവജാലങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്, ഭൂമിയിലും ജീവജാലങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഭൂമിയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ, മണ്ണിൻ്റെ അകത്ത്, പുറ്റിലും പൂതിലും ജലത്തിലും ജീവലോകം തിങ്ങി നിറഞ്ഞിരിക്കുന്ന പ്രദേശങ്ങളെയാണ് സർപ്പദേശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെയാണോ ഈ ജീവലോകങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല. ഇവൻ്റെ ജൈവ വൈഭവത്തിൻ്റെ ശ്രീമൂലസ്ഥാനങ്ങളായിരിക്കുന്ന ഈ ദേശങ്ങൾ, ജീവനെ പർവ്വതീകരിക്കുന്ന ദേശങ്ങൾ, ജീവൻ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ത്രിലോകത്തിലും ഒന്നായി വസിക്കുന്ന ആ ലോകത്ത് ആണ് സർപ്പദേശം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ദേശത്തെയാണ് സർപ്പദേശം എന്ന് പറയുന്നത്. അവിടെ മനുഷ്യൻ്റെ സ്പർശം പോലും നിരവധി ജീവജാലങ്ങൾക്ക് ഹാനി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് സർപ്പദേശങ്ങളിൽ വസിക്കല്ലേ എന്ന് പറയുന്നത്. അതായത് സൂക്ഷ്മമായിട്ടുള്ള പായൽ സസ്യങ്ങളും പൂപ്പൽ സസ്യങ്ങളും ബാക്ടീരിയാസും ഫംഗസും ഉൾപ്പെടെ സർവചരാചരങ്ങളും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന, ത്രിലോകവും ഒന്നായി ജീവൻ നിറഞ്ഞിരിക്കുന്ന പ്രദേശത്തെയാണ് സർപ്പദേശം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളിടത്ത് വീട് വെച്ച് താമസിച്ചാൽ, ഒരു വിളക്ക് കത്തിച്ച് വെച്ചാൽ വിളക്കിലേക്ക് വന്ന് വീഴുന്നത് നിരവധി ജീവജാലങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ദേശത്ത് വസിച്ചാൽ രോഗസാധ്യത കൂടുതലാണ്. കാരണം അത് പ്രകൃതിക്ക് ഹാനികരവുമാണ്. അങ്ങനെയുള്ളിടത്ത് മനുഷ്യവാസം എന്ന് പറയുന്നത്. സർപ്പദേശങ്ങളിലേക്ക് എപ്പോഴും പ്രവേശനം മനുഷ്യന് സാധ്യമല്ല. അത് ഈ പ്രകൃതിയെ ജൈവലോകത്തിന് വേണ്ടി കാവൽ നിൽക്കുന്ന കാവുകളായിട്ടാണ് അത്തരം പ്രദേശങ്ങളെ കാണുന്നത്. മനുഷ്യൻ ജീവസ്നേഹിയാണെങ്കിൽ അത്തരം പ്രദേശങ്ങളിൽ നിന്നും മനുഷ്യൻ അല്പം മാറിയേ താമസിക്കേണ്ടതുള്ളൂ. നമ്മളിപ്പോൾ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും ചീവീടിൻ്റെ ഒച്ച കേട്ടുകൊണ്ടാണ്. അതെ, ഇവിടെ ജീവൻ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഈ ബേസായിരിക്കുന്ന ഭൂതഗണങ്ങൾ എന്ന് പറഞ്ഞാൽ ഉറുമ്പുകളാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിരവധി ജീവലോകങ്ങൾ അവിടെ തിങ്ങി നിറയുന്നുണ്ട്. കാരണം ഉറുമ്പിരിക്കുന്നിടത്ത് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഇടത്താണ് ഉറുമ്പ് വസിക്കുന്നത്. നാഗമെന്ന് പറഞ്ഞാൽ സർവ്വ ജീവലോകത്തിൻ്റെയും പ്രതിനിധിയാണ് നാഗം. ഈ വിഷ്ണു എന്ന് പറയുന്നത് ഈ ഹരിതലോകമാണ്, ഈ ഹരിയാണ്. ഈ ഹരി എന്ന് പറയുന്നത് സസ്യലോകമാണ്, ഈ പ്ലാന്റാണ്. ഈ പ്ലാന്റിൻ്റെ പ്ലാനാണ് സർവ്വതം. ഈ വിഷ്ണു ശയിക്കുന്നത് നാഗത്തിൻ്റെ പുറത്താണ്, അനന്തൻ്റെ പുറത്താണ്. അനന്തൻ എന്ന് പറയുന്നത് അനന്ത കോടി ജീവജാലങ്ങളെയാണ് അനന്തൻ എന്ന് പറയുന്നത്. ഈ അനന്തൻ വസിക്കുന്നത് എവിടെയാണ്? ഈ ഭൂമിയിലാണ്. അപ്പോൾ ശിവന്റെ കഴുത്തിൽ കിടക്കുന്ന നാഗത്തിൻ്റെ പേര് വാസുകി എന്നാണ്. ഇപ്പോൾ വസിക്കുന്നവർ എന്നാണ്. അപ്പോൾ ശിവൻ ആരാണ്? ഈ ശൈവനിലയമാണ്. ഈ പരമാണുവിൻ്റെ ഏറ്റവും വലിയ രൂപമായിരിക്കുന്ന പരമശിവം എന്ന് പറയുന്ന ഈ ഭൂമിയിൽ പഞ്ചഭൂതങ്ങളാൽ പഞ്ചബന്ധുവായിരിക്കുന്ന മണ്ണ്, ജലം, വായു, അഗ്നി, ആകാശം എന്ന് പറയുന്ന പഞ്ചബന്ധുത്വത്താൽ ഏറ്റവും വലിയ പഞ്ചമുഖനായിരിക്കുന്ന ഈ ഭൂമിയിൽ, ഈ അർദ്ധനാരീശ്വരനായിരിക്കുന്ന ഭൂമിയിൽ, ആ ഭൂമിയുടെ, ആ ശിവന്റെ, ഈ ശൈവനിലയത്തിൻ്റെ അടയാളം, ആഭരണം എന്ന് പറഞ്ഞ ജീവനാണ്. ആ ഇപ്പോൾ വസിക്കുന്ന നാഗങ്ങളാണ് ശിവന്റെ ശരീരത്തിലുള്ളത്. ശേഷൻ എന്ന് പറഞ്ഞാൽ ശേഷിക്കുന്നവർ എന്നാണ്. പക്ഷെ വിഷ്ണു ശയിക്കുന്നത്, വിഷ്ണു ഇപ്പൊ കാണുന്ന രീതിയിലേക്ക് ഈ ഹരിതലോകം ശയിക്കുന്നതിന് കാരണം, നിലനിൽക്കുന്നതിന് കാരണം അനന്തകോടി ജീവജാലങ്ങളുടെ പ്രയത്നമാണ്. ഈ ഹരിതലോകത്തിന് പരാഗണത്തെ ചെയ്തു കൊടുക്കുന്നത്, അവരുടെ ജീവനെ തന്നെ നിലനിർത്തുന്നത്, അവർക്ക് സകല വിഘ്നങ്ങളെയും തീർത്തു കൊടുക്കുന്നത് ഈ വിഘ്നനായകന്മാരായിട്ടുള്ള സർവ ഈ നാഗലോകമാണ്. ചരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ചരിക്കുന്നത്? ഈ ചരിക്കുന്ന നാഗലോകം എങ്ങനെയാണ് ചരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ആരുടെ വിഘ്നത്തെ കുത്തി അകറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ചരിക്കുന്നതെന്ന് ചോദിച്ചാൽ, വിഷ്ണുവിൻ്റെ വിഘ്നങ്ങളെ കുത്തി അകറ്റുന്ന ആ
വൈഭവമാണ് ചരിക്കുന്ന ലോകം. അചരമായി നിൽക്കുകയാണ് സസ്യലോകം. അതെ. നമുക്ക് ജീവനാംശത്തെ ഏകിക്കൊണ്ട്, ആ ജീവനാംശത്തെ ഏകിക്കൊണ്ട് സ്ഥിതിപാലകനായി നിൽക്കുന്ന ഈ വൈഷ്ണവ ലോകത്തിന് വേണ്ടിയിട്ട് ചരിക്കുന്നത്, ഈ വൈഷ്ണവ ലോകത്തിൻ്റെ മുഴുവൻ വിഘ്നങ്ങളെയും അകറ്റുന്നത് ചരിക്കുന്ന ജീവലോകമാണ്. ആ ചരിക്കുന്ന ജീവലോകത്തിൻ്റെ പ്രതിനിധിയാണ് അനന്തൻ. ആ അനന്തൻ്റെ പുരിയാണ് കേരളത്തിൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തിരുവനന്തപുരം. ആ തിരുവനന്തൻ്റെ ദേഹത്താണ് പത്മനാഭൻ ശയിക്കുന്നത്. നാഭിയിൽ പത്മമുള്ള ബ്രഹ്മശക്തിയെ ജനിപ്പിക്കുന്ന, ജീവലോക ശക്തിയെ ജനിപ്പിക്കുന്ന മഹാവൈഭവം ഹരിതലോക ശക്തിയാണ് എന്നറിഞ്ഞാൽ നമ്മുടെ മുഴുവൻ കുണ്ഠിതങ്ങളെയും അകറ്റുന്നത് സസ്യലോകമാണ്. സർവ്വജീവനാംശവും അദ്ദേഹത്തിൻ്റെതാണ്. നമുക്ക് ഓക്സിജൻ തരുന്നത്, നമുക്ക് ജീവനെ തരുന്നത്, നമുക്ക് ഔഷധിയെ തരുന്നത്, ആയുസ്സിനെ തരുന്നത്, വിദ്യയെ തരുന്നത്, സർവ്വതും തരുന്നത് ഈ സസ്യലോകമാണ്. നമ്മുടെ നിലനിൽപ്പ് തന്നെ, നിലനിൽപ്പ് സർവ്വതും, അതാണ് അടിസ്ഥാനം. ആ സസ്യലോകത്തിന് സഹായം ചെയ്യുന്ന, ആ സസ്യലോകത്തിന് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്നവരെയാണ്, ആ കർഷകരെയാണ് പറയുന്നത് എന്ത്? അടിസ്ഥാന വർഗമെന്ന്. അപ്പോൾ അടിസ്ഥാനം ജീവനാംശം തരുന്ന ഈ സസ്യലോകമാണ്. ഈ ജീവനാംശം തരുന്ന ആ സസ്യലോകത്തിൻ്റെ അസ്തിത്വത്തിൽ ജനിച്ച ജന്തുലോകത്തെയാണ് അനന്തൻ എന്ന് പറയുന്നത്, നാഗങ്ങൾ എന്ന് പറയുന്നത്. ഈ നാഗദേശങ്ങളെന്ന് പറയുന്നത് എല്ലായിടവും നാഗദേശങ്ങളല്ല. ഈ ഹരിതലോകത്തെയാണ്. ഹരിതലോകത്തിനെ ആശ്രയിച്ച് ജീവൻ തിങ്ങി നിറഞ്ഞിരിക്കുന്ന, ചരിക്കുന്ന ജീവലോകങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന, സസ്യലോകങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന, ഔഷധികളായിരിക്കുന്ന, വിഷാംശങ്ങളെ നിർവീര്യമാക്കുന്ന, ഔഷധത്തെ ഏകുന്ന, ജീവനെ പർവ്വതീകരിക്കുന്ന ജൈവലോകത്തിൻ്റെ ശ്രീമൂലസ്ഥാനങ്ങളായിരിക്കുന്ന പ്രദേശങ്ങളെയാണ് സർപ്പദേശങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു രീതിയിലും പ്രവേശനം സാധ്യമല്ല. അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു വൃക്ഷം പോലും വെട്ടി നശിപ്പിക്കാൻ പാടില്ല. കാരണം ത്രിലോകത്തിലും ജീവൻ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ചോറ്റാനിക്കരയിൽ പോയാൽ അങ്ങക്ക് മനസ്സിലാവും, അവിടുത്തെ സന്ധി കഴിഞ്ഞാൽ ഓരോ ജില്ലയിലും പക്ഷികൾക്കിരിക്കാൻ സ്ഥലമുണ്ടാവില്ല. അത്രയും പക്ഷികൾ തിങ്ങി നിറഞ്ഞിരിക്കും. ഗുരുവായൂർ എന്നാലും അങ്ങക്ക് മനസ്സിലാവും, ജീവൻ ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലുമായി തിങ്ങി നിറഞ്ഞിരിക്കുന്ന, ജലത്തിലും മണ്ണിലും ആകാശത്തിലുമായി ജീവലോകം തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആ അഭൂതപൂർവമായിട്ടുള്ള കാഴ്ച നമുക്ക് സൂക്ഷ്മദൃഷ്ടിയാൽ, ജ്ഞാനദൃഷ്ടിയാൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള ദേശത്തെയാണ് സർപ്പദേശം എന്ന് പറയുന്നത്. ഇതിനെ ഒരിക്കലും ആവാഹിച്ച് മാറ്റാൻ പറ്റില്ല. ജീവനെ ഹനിക്കാൻ പറ്റും, ചുട്ടുകരിച്ച് കളയാൻ പറ്റും. മനസ്സിലായി? പുറ്റിലും പൂതിലും മാളത്തിലും ജലത്തിലും ആകാശത്തിലും മണ്ണിലുമായി തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആ ജീവലോകത്തെ, ആ ജൈവലോക ശക്തിയെ നമുക്ക് ഉന്മൂലനം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം കേന്ദ്രങ്ങളെ, ഈ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ജൈവശക്തിയുടെ പീഠങ്ങളായിരിക്കുന്ന അത്തരം കേന്ദ്രങ്ങളെ കണ്ടെത്തിയിട്ട് അതിനെ ഹരിതലോക ശക്തിയാൽ സംരക്ഷിച്ച് അതിനെ ഉപാസിച്ച്, സംരക്ഷണത്തിൻ്റെ പരമമായിട്ടുള്ള അവസ്ഥയാണ് ആരാധന എന്ന് പറയുന്നത്. ആ ആരാധനാഭാവത്തിലൂടെ കണ്ട് സർവ്വജീവലോകത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു വിളക്ക് വെച്ച് അവിടെ ആരാധന നടത്തിക്കൊണ്ട് നാഗങ്ങൾ തൊട്ട്, അതായത് സർപ്പങ്ങൾ തൊട്ട് സകല പ്രാണികൾ വരെയുള്ള ജീവലോകത്തെ സംരക്ഷിക്കുന്ന ഇടങ്ങളായിട്ട് പക്ഷികൾക്കും പറവകൾക്കും അതുപോലെ തന്നെ സൂക്ഷ്മജീവികൾക്കും പായൽ സസ്യങ്ങൾക്കും പൂപ്പൽ സസ്യങ്ങൾക്കും സിംഹം വരെയുള്ള ജീവലോകത്തിനും ഇടമൊരുക്കുന്ന പ്രദേശങ്ങളാണ് ഇത്തരം ദേശങ്ങൾ. അപ്പോൾ ഇത്തരം ദേശങ്ങളുടെ സംരക്ഷണം നമ്മുടെ ഈ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആവശ്യമാണ്. ആ ആവശ്യമായിട്ടുള്ള അത്തരം ജീവലോകങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന, പ്രകൃതിയിൽ തനതായിട്ട് തന്നെ ജൈവപ്രപഞ്ചമായിട്ട് രൂപപ്പെട്ടിരിക്കുന്ന അത്തരം പ്രദേശങ്ങളെ അതിൻ്റെ സ്വാഭാവിക ഘടനയിൽ നിന്നും മാറ്റം വരുത്താതെ നിലനിർത്തേണ്ടത് ജ്ഞാനികളായിട്ടുള്ള എല്ലാ മനുഷ്യരുടെയും ഉത്തരവാദിത്വമാണ്. കാരണം ഈ ജീവപ്രപഞ്ചത്തിൻ്റെ നായകൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്. ഈ മനുഷ്യൻ്റെ ജ്ഞാനമാണ് മറ്റു ജീവജാലങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത്. മറ്റ് സർവ്വജീവലോകത്തെയും സംരക്ഷിക്കുവാൻ ജ്ഞാനത്താൽ ചുമതലപ്പെട്ടവനായിരിക്കുന്ന മനുഷ്യൻ ആ സർപ്പദേശങ്ങളെയും സംരക്ഷിക്കുവാൻ ചുമതലപ്പെട്ടവനാണ്. അങ്ങനെയുള്ള ദേശങ്ങളെ ഒഴിവാക്കി നമ്മൾ വാസഭൂമികളെ സെലക്ട് ചെയ്യണം. അത്തരം ദേശങ്ങളെ, ഔഷധ ചെടികളുള്ള അത്തരം ജീവലോകങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന അത്തരം സൂക്ഷ്മ പായൽ സസ്യങ്ങളും പൂപ്പൽ സസ്യങ്ങളുമുള്ള വളരെ അപൂർവമായിട്ടുള്ള ദേശങ്ങളെ, അതിൻ്റെ ആ ആവാസ വ്യവസ്ഥകളെ ഒരിക്കലും തച്ച് തകർക്കാതെ എങ്ങനെ നമുക്ക് നല്ല ജീവിതം കെട്ടിപ്പടുത്താമെന്നാണ് വേദശാസ്ത്രം പറയുന്നത്. അതുതന്നെയാണ് വാസ്തുശാസ്ത്രം പറയുന്നത്.
അതുതന്നെയാണ് പരിസ്ഥിതി സംരക്ഷണ സംഘടനകളെല്ലാം പറയുന്നത്. അത്തരം ദേശങ്ങളെ സംരക്ഷിക്കേണ്ടത് എക്കാലത്തെയും ആവശ്യമാണ്. ഇത് അന്ധവിശ്വാസമല്ല, ഇത് അനാചാരമല്ല, ഇത് അവിടെ പീഠത്തിൽ ഉറപ്പിച്ച്, ജീവലോകത്തിൻ്റെ പീഠത്തെ ഉറപ്പിച്ച് അവിടെ ആരാധനാഭാവത്തിൽ വളരെ പവിത്രമായിട്ട് നഗ്നപാതരായിട്ട് മാത്രം കയറി ചെന്ന് വളരെ അവരെ അവിടെ പ്രതിഷ്ഠിച്ചുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ ജീവവ്യവസ്ഥയെ അവിടെ എക്കാലത്തെയും ഉപാസനാഭാവത്തിൽ കണ്ട് അവിടെ പ്രതിഷ്ഠിച്ചുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം അവിടെ ചെയ്യാൻ പറ്റുമോ അതാണ് അവിടുത്തെ ആരാധന.